Hi friends, Chettan പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂ ഇയർ ആണ്. എല്ലാവർക്കും ചേട്ടൻ്റെയും ചേട്ടൻ്റെ കുടുംബത്തിൻ്റെയും ന്യൂ ഇയർ ആശംസകൾ. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ റിസൈൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. 25-ാം തീയതി ആണ് ഞങ്ങൾ നാട്ടിലെത്തിയത്. അപ്പം പിള്ളേർ പറഞ്ഞ് ഭയങ്കര തണുപ്പാണ്, ഒരു രക്ഷയില്ല അവിടെ. കൊച്ചിനൊക്കെ ജലദോഷമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് നാട്ടിൽ പോന്നു. അപ്പം നാട്ടിൽ വന്നപ്പോഴാണ് അറിയണത് ഡാഡിക്ക് ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പേരിലാണ് നമുക്ക് വീഡിയോകളൊന്നും എടുക്കാൻ പറ്റാതിരുന്നത്. പിന്നെ ഡാഡി ആശുപത്രിയിലായിരുന്നു. അതിൻ്റെ പിന്നെ ഇപ്പം വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ അതാണ് വീട്ടിലത്തെ വിശേഷം. പിന്നെ ഇന്ന് നമ്മൾ പോണത് തൊടുപുഴയിൽ നിന്ന് ഒരു 5-8 കിലോമീറ്റർ മാറി മുണ്ടന്മല പിന്നെ പുലിക്കുന്ന് പാറ. ഇത് ഈ മുണ്ടന്മല എന്ന് പറയുന്ന സംഭവം അത് ഈയിടെയാണ് ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഗവൺമെൻറ് എടുത്തത്. അത് പുതിയൊരു സ്ഥലമാണ്. അപ്പം അതിൻ്റെ ടവറും അതിൻ്റെ ആ വ്യൂ ടവറൊക്കെ ഈയിടെ പണിതിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്ടോബറിലാണ് അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടായത്. അപ്പം അങ്ങനെ അതിനെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞങ്ങളിന്ന് പോണത്. അപ്പോൾ അത് പുതിയ സ്ഥലമായതുകൊണ്ട് ആൾക്കാർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പം അതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ കൊടുക്കാമെന്ന് ഓർത്താണ് ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോണത്. പിന്നെ പുലിക്കുന്ന് പാറ ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. പക്ഷേ ഇച്ചിരി അവിടുന്ന് ഈ മുണ്ടന്മലയിൽ നിന്ന് 2-3 കിലോമീറ്റർ മാറിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പുലിക്കുന്ന് പാറയിൽ പോകും, പിന്നെയാണ് നമ്മൾ മുണ്ടന്മലയിലേക്ക് പോണത്. അപ്പോൾ വഴിയിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. പറയണല്ലോ, നല്ല വഴിയായിരുന്നു. നമ്മളെവിടെ പോണേ? പുലിക്കുന്ന് പാറ. ആ സൈൻ ബോർഡ് കഴിഞ്ഞാൽ പിന്നെ വഴികൾ ഇച്ചിരി മോശമായി. ഗട്ടറുള്ള വഴിയാണ്, വീതിയും കുറവാണ് വഴി. ഇപ്പം മുമ്പോട്ട് പോകുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെയുണ്ട് വഴികളൊക്കെ. 2 സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ വണ്ടി താഴെ വെച്ചേക്കുവാണ്. ഇനിയിപ്പം പോയി മേളിൽ കയറി നോക്കണം വണ്ടി കയറുപോയില്ലെന്ന്. ഈ കോൺക്രീറ്റ് വഴിയൊക്കെ കയറി പോകട്ടെ, പക്ഷെ മുമ്പോട്ട് ഇനി കല്ലൊക്കെ പതിപ്പിച്ച വഴിയാണ്. അതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടൊന്നും കയറി പോകില്ല. ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ തൊടുപുഴയിൽ നിന്ന് ഒരു 8-9 കിലോമീറ്റർ മാറി പുലിക്കുന്ന് പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പോവാണ്. നല്ല കയറ്റമുണ്ട്. വണ്ടി നമ്മൾ താഴെ വെച്ചു, വണ്ടി കയറി വരില്ല. അതുകൊണ്ട് നടന്ന് പോവാ. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഈവ കുട്ടിയുണ്ട്, ഓസ്റ്റിനുണ്ട്, നമ്മുടെ എവിൻ ചേട്ടായി ഉണ്ട്. തോട്ടത്തിനകത്തുള്ള വഴിയാട്ടോ. ഇതിലൂടെ പോയാൽ ഇതേ മലയുടെ മേളിലാണ് സംഭവം. ഇങ്ങനെ കറങ്ങി പോകണം. നല്ല കയറ്റം കേട്ടോ, ഒരു രക്ഷയില്ല. അതേ മലയുടെ മേളിൽ കൂടെ ഇങ്ങനെ കയറി പോകണം, മേളിലേക്ക് പോകണം. ഹോസ്റ്റൽ എന്നാ കയറ്റമാണോ?
ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ, പുലിക്കുന്നും പാറയിൽ നിന്നുള്ള വ്യൂ. അവിടെ വല്ലതും ഉണ്ടോ കാണാൻ? മോർണിംഗ് ആ സൈഡിലാണ് വ്യൂ. മോർണിംഗ് അല്ലേ? എന്നെ നോക്കി നിൽക്കണേ. എന്നെ Oh, let me up with a bright smile on now. Put me in the dark, so won't get lost now. To the moonlight, eyes you, Maria right now. You look into my eyes and felt a feeling that nothing got it feel like a slim night. Hey, come on closer, now I'm waiting for you, but don't hurry, oh slowly. Oh yeah, the moon is surround us. You look into my eyes, together feel so high. To make a way through twilight, my only, my bestie. You come into my life, let me if you want tonight. Little more shining star to the sky, looking high. All the people, you're the one and only you know. ഇത് നമ്മളിപ്പം പുളിക്കുന്നമല കയറി എല്ലാവരെ കുറിച്ച് കാഴ്ചകൾ കാണിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ പോണത് മുണ്ടമ്മല. ഇവ അങ്ങോട്ട് പോ. ഇവിടെ ആക്ച്വലി എന്നാ സംഭവം എന്താ പറയുക, ഇവിടെ ആക്ച്വലി വഴിയൊന്നുമില്ല. നമ്മൾ ഒരു 300 മീറ്ററെങ്കിലും നമുക്ക് നടന്നു വരണം, കയറ്റം കയറി നടന്നു വരണം. അപ്പം വണ്ടി താഴെ വെച്ചിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് നടന്നു വരാൻ വേണ്ടി. കാണാൻ രാവിലെയും വൈകിട്ടും വന്നാൽ കുറച്ച് കാണാം, അല്ലെങ്കിൽ നല്ല വെയിലായിരിക്കും. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് രാവിലെയും വൈകിട്ടല്ലാതെ ഉച്ച കഴിഞ്ഞൊന്നും വന്നിട്ട് കാര്യമില്ല. പൊള്ളി ഇവിടെ നമ്മൾ വെന്തു പോവും, അതുപോലെ പാറയത്. ഇവിടെ മേളിൽ ടാങ്കൊക്കെ പണിതിട്ടുണ്ട്. താഴെ ഏറ്റവും മേളിൽ ടോപ്പിലെ സ്ഥലമായതുകൊണ്ട് ഇവിടെ നിന്നാണ് വെള്ളം സപ്ലൈ എല്ലാം വീടുകളിലേക്ക് പോണത്. അതുകൊണ്ട് ഇതുപോലെ വഴി ഇങ്ങനെ പൈപ്പ് ഒക്കെ ചാടി ഇറങ്ങി പോണം. വെള്ളം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയായിരിക്കും. എവിൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോവാ. ഒടിഞ്ഞു പോലെ കേട്ടോ. ഓപ്പണാണോ? സ്ലാബ് ഉണ്ടോ മേളില്? ആ ബാബാ ഈ ബാബാ വേണ്ട, മാറി ബാബാ മാറിയുവാ. ഇങ്ങനെ തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ വേണം പോവാൻ. ആ അല്ല അപ്പുറത്ത് പോയി കാണാമല്ലോ അപ്പത്തിനും. ഞങ്ങളിന്ന് ജീപ്പ് എടുത്തുകൊണ്ട് വന്നത് ഞങ്ങൾക്കറിയാമായിരുന്നു പുളിക്കുന്നമല ഇച്ചിരി മോശം വഴിയാണെന്നറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ജീപ്പ് കൊണ്ടുവന്നത്. പക്ഷേ ജീപ്പ് പോലും ആ മേളിലേക്ക് കയറില്ല. കയറി കഴിഞ്ഞാൽ പിന്നെ തിരിക്കാൻ വഴിയില്ല, തിരിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് ആൾക്കാർ പറഞ്ഞു കയറ്റണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ജീപ്പ് കൊണ്ട് വന്നിട്ട് വലിയ പ്രയോജനം ഉണ്ടായില്ല. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പം പുളിക്കുന്നമലയിൽ നിന്ന് നമ്മൾ മുണ്ടമ്മലയിലേക്ക് വന്നു. അതിൻ്റെ വ്യൂ കാണിച്ചു തരട്ടെ. ഇതുണ്ടോ എന്നാ വ്യൂ ആണെന്ന് നോക്കിയാൽ ഇവിടുന്ന്. കിടുക്കാച്ചി വ്യൂ. നമ്മൾ നേരത്തെ ഇതേ മലയിലെ മേളിലായിരുന്നു. അവിടെ നിന്ന് ഇപ്പം മാറി നമ്മൾ മുണ്ടമ്മല വന്നു. മുണ്ടൻമല ടൂറിസം പദ്ധതി പവലിയൻ. ഇത് ഒക്ടോബറിൽ ഉണ്ടാക്കിയതാണ്, ഉദ്ഘാടനം ചെയ്തു. പിന്നെ ടവർ കാണിച്ചട്ടെ.
ഇതിൻ്റെ മേളിൽ നിന്ന് നമുക്ക് സുഖമായിട്ട് ഇതിന് അടിപൊളി വ്യൂ ആണ്. ഇവിടെ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് നമ്മളിവിടെ പറയും എടുക്കാൻ വേണ്ടി 10 രൂപ ഒരാൾക്ക്. കുഞ്ഞു പിള്ളേർക്ക് ടിക്കറ്റ് ഇല്ല. 12 വയസ്സ് വരെ 5 രൂപ. ഇതാണ് ടിക്കറ്റ്. ഇത് എന്ന് മുതലാണ് ചേട്ടാ തുടങ്ങിയത്? ഒക്ടോബർ 15-ാം തീയതി. ഒക്ടോബർ 15-ാം തീയതി. ചേട്ടനാണോ ഇവിടെ എല്ലാം നോക്കി നടത്തുന്ന? ആരാ? ചേച്ചിയാണോ? അങ്ങനെ ഞങ്ങൾക്ക് മേളിൽ കയറാം. ബാ. ഇവിടെ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മഴ പെയ്തപ്പോൾ എല്ലാം ഒഴുകി പോയതാ. എല്ലാം കഴുകിപ്പോയി. എൻ്റെ വ്യൂ നോക്കിയേ, അടിപൊളിയല്ലേ? ഇവിടെ ടെലിസ്കോപ്പൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും തുറന്നിട്ടില്ല കേട്ടോ. അത് ഓപ്പൺ ആണേ ഉള്ളൂ. ഇവിടുന്ന് നല്ല വ്യൂ കിട്ടും. അതുകൊണ്ടാണ് അവർ ടെലിസ്കോപ്പൊക്കെ പിടിപ്പിച്ചേക്കണേ. ഈ അടിപൊളി സ്ഥലമാണോ? ഇതിൽ വാതിലപ്പുറത്തല്ലേ ഉള്ളേ? തുറന്നാ കേട്ടോ. ഞാൻ സെറ്റാക്കി തരാം. പിടിക്കല്ലേ. അപ്പം നമ്മൾ താഴേക്ക് ഇപ്പോൾ ഇറങ്ങി. നല്ലൊരു വ്യൂ ആയിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇത്രയും നല്ല വ്യൂ കിട്ടുന്നത്. പക്ഷേ ഇതിനേക്കാളും നല്ല വ്യൂ നമുക്ക് രാവിലെയാണ് കിട്ടുന്നത് അല്ലേ? പിന്നെ രാവിലെ വന്നാൽ നമുക്ക് അല്ലേ ചേച്ചി? രാവിലെ വന്നാൽ അതിനേക്കാളും നല്ല അടിപൊളി വ്യൂ കിട്ടണേ. നല്ല കാണാം അല്ലേ? അങ്ങനെ രാവിലെ വരുവാണെങ്കിൽ നമുക്കിത് അടിപൊളിയായിട്ട് കാണാറുണ്ട്. ഇടയ്ക്ക് ഒരു ദിവസം രാവിലെയും കൂടെ വരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോരോ ടൂറിസ്റ്റ് സ്പോട്സുകൾ, ഇതുപോലെ ടൂറിസ്റ്റ് അട്രാക്ഷൻ ചെയ്യാൻ വേണ്ടി സ്പോട്സുകൾ ഗവൺമെൻറ് ഡെവലപ്പ് ആക്കി എടുക്കുകയാണെങ്കിൽ ആ സ്ഥലം മാത്രമല്ല, ആ സ്ഥലത്തിൻ്റെ ചുറ്റുവട്ടമുള്ള മേഖലയിലുള്ള ആൾക്കാർക്കും കൂടെ ഒരു ഡെവലപ്മെൻ്റ് ആവും. അവർക്കൊരു വരുമാന സോഴ്സോ അങ്ങനെയൊക്കെ ഗവൺമെൻറ് ഉണ്ടാക്കുവാണെങ്കിൽ ഒത്തിരി ഉപകാരം ഉണ്ടായേനെ. ഇപ്പം ഞങ്ങൾ കയറി വന്നപ്പം അവിടെ നമ്മൾ പുലിക്കുന്നമലയിൽ പോയപ്പം അങ്ങോട്ട് വഴിയില്ല. പോയായിരുന്നു. അപ്പോൾ അവിടെ വഴിയില്ല. അവിടെയും കൂടെ വഴി ഉണ്ടായിരുന്നെങ്കിൽ ആൾക്കാർ ഇവിടെ വരുന്ന ആൾക്കാർ വേണമെങ്കിൽ അങ്ങോട്ടും കൂടെ പോകാമായിരുന്നു. അവിടെ നിന്നുള്ള വ്യൂ വേറെയാണ്, ഇവിടെ നിന്നുള്ള വ്യൂ വേറെയാണ്. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ വന്നപ്പോൾ ഈ വഴി നല്ല അടിപൊളിയായിട്ട് ടാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പ്രധാനമന്ത്രി സടക്ക് യോജനയുടെ കീഴെ ടാറിംഗ് ആണ് നടത്തിയേക്കുന്നത്. അപ്പം നല്ലൊരു അനുഭവമായിട്ടോ അല്ലേ? ഇവ സൂപ്പറായിരുന്നു. ഇവ നല്ലായിരുന്നോ? അടിപൊളിയായിരുന്നോ? ഇപ്പൊ എന്തിനാ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞേ? അല്ലടി, ഇപ്പൊ എന്തിനാ ഇവിടെ ഈ വണ്ടിയുടെ അടുത്ത് നിൽക്കണേ? നാരങ്ങാളാ? പൈസ ഉണ്ടോ നിന്റെ? അപ്പയുടെ പൈസ ഇല്ല ഉണ്ടോ? അല്ലെങ്കിൽ നിന്നെ ഇവിടെ വെച്ചിട്ട് പോട്ടോ. എന്നാ ശരി ചേട്ടാ. അപ്പം ഈ പോണ വഴി എങ്ങോട്ടാ ചേട്ടാ പോണേ? ഇത് വഴുത്തല പെരിയാമ്പ്ര. ഇത് നമ്മുടെ വാഴപ്പള്ളി ആ മെയിൻ റോഡിൽ ചാടി കഴിഞ്ഞാൽ നമുക്ക് കൂത്താട്ടോളം ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ തൊടുപുഴ. അപ്പം നമ്മൾ വന്ന അതിലൂടെ കേട്ടോ. നമ്മൾ തൊടുപുഴ കൂത്താട്ടം കൂടി വഴിയൂടെ കട്ട് ചെയ്ത് അങ്ങോട്ട് കയറിയത്. ഇങ്ങോട്ട് പോയാൽ പെരിയാമ്പ്ര, വഴുത്തല. അതെ അല്ലേ? ചേട്ടൻ്റെ വീട് എവിടെയാ? അടുത്ത് തന്നെ. എന്നാ കൊച്ചിനെ സോഡ ആണോ?
ആണോ? വേണ്ട വേണ്ട വെള്ളം വേണ്ട, ജലദോഷം പിടിക്കും. സോഡ കൊടുത്തോ. ആ നാരങ്ങ സോഡ, നാരങ്ങ വെള്ളം. ചേച്ചി സോഡ നാരങ്ങ വെള്ളം. സോഡയാണോ? നാരങ്ങളില്ലേ? നാരങ്ങ പിഴിഞ്ഞില്ലേ? ഇല്ല 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 ഇല്ല. അല്ല. എന്താ ടേസ്റ്റ്? ടേസ്റ്റ് എന്നാ? എങ്ങനെയുണ്ട്? നല്ലതാണോ? വീട് മുട്ടം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ മുണ്ടംമുടി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. സമയം ഇപ്പം 6:30 ഇന്ന് നല്ലപോലെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. 2 സ്ഥലം നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ പുളിക്കുന്ന് മലയും മുണ്ടംമുടി അല്ല ഇവനെ മുണ്ടൻമല ടൂറിസ്റ്റ് സ്പോട്ട്. നല്ല അടിപൊളിയായിട്ട് അവർ ഈ സ്ഥലം നമ്മൾ അവർ അടിപൊളിയായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ പല പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഡെവലപ്പ് ചെയ്യുമായിരുന്നെങ്കിൽ അവിടെയുള്ള ആൾക്കാരും അവിടെയുള്ള ചുറ്റുവട്ടമുള്ള ഫാമിലിക്കൊക്കെ നല്ല വരുമാനം ഉണ്ടായേനെ. ഇതിപ്പം നമുക്ക് ആർക്കും അറിയത്തില്ല, ഈ സംഭവം എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ അടുത്ത് ആണ് എൻ്റെ തറവാട്. അപ്പോൾ അവിടുന്ന് എൻ്റെ പാപ്പനോട് പറഞ്ഞാണ് ഇങ്ങനെ നല്ല സ്ഥലമാണ്, പോയി കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്നു. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണിച്ചു. പിന്നെ ആദ്യമായിട്ടാണ് ഡ്രോൺ പറപ്പിക്കണത്. ഡ്രോൺ ഞാൻ ഇന്നലെയാണ് എടുത്തത്. അപ്പം അതിൻ്റെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു, ഒന്ന് ഡ്രോൺ പറപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഈ സ്ഥലത്ത് വന്ന് പറപ്പിച്ചപ്പം എനിക്ക് സന്തോഷമായി. അടിപൊളി വ്യൂ ആയിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിയുമ്പം ഇതിൻ്റെ ഇടയിൽ കമൻസിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയണം. എൻ്റെ ചാനൽ എക്സ് ചേട്ടൻ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എക്സ് ചേട്ടൻ്റെ നന്ദി, നമസ്കാരം. വേറെ കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ DJI Mavic Mini 2 ആണ്, ഫ്ലൈമോർ പാക്കാണ് ഞാൻ മേടിച്ചേക്കണത്. എനിക്ക് അത് മേടിക്കാൻ സഹായിച്ചത് ദുബൈയിലെ എൻ്റെ വൈഫിൻ്റെ കസിനാണ്, സിറിൽ ഭായ്. പുള്ളിക്കാരൻ മേടിച്ചു. പുള്ളിക്കാരൻ്റെ വൈഫാണ് ഇവിടെ നാട്ടിലെത്തിച്ചു തന്നത്. അങ്ങനെ അവരോട് ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ സിറിൽ ഭായ് അതിൻ്റെ അൺബോക്സിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പ്ലസ് ഞാൻ വീഡിയോയുടെ അടിയിൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് അത് വേണേൽ പോയി കാണാം.